ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബെറ്റാസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ബ്രീഡിങ്ങിൽ നിന്ന് ഏകദേശം 1000 മേലെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ആ കുഞ്ഞുങ്ങളുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, പുതിയതായിട്ട് ബ്രീഡ് ചെയ്തിറങ്ങുന്ന ബെറ്റ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. എല്ലാവരും ഇൻഫോസൂറിയാണ് സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ ഇൻഫോസൂറിയ മാത്രം കൊടുത്ത് നമുക്ക് കിട്ടിയ എല്ലാ കുഞ്ഞുങ്ങളെയും റേസ് ചെയ്ത് കൊണ്ടുവരൽ ഇത്തിരി പാടാണ്. അപ്പോൾ ചിലർക്കുള്ള സംശയമാണ്, ഇതിന് ആർട്ടീമിയ കൊടുക്കാമോ അല്ലെങ്കിൽ മൊയിന കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ മോസ്കിറ്റോ ലാർവ കൊടുക്കാമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോയും കൂടിയാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെല്ലാ ഫീഡും കൊടുത്ത് നോക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ മീനുകൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്, അതിനുള്ള സൈസ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇൻഫോസൂറിയ കൾച്ചർ ചെയ്യാനിട്ടിരിക്കുന്ന പാത്രത്തിലേക്കാണ് തുറന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഇൻഫോസൂറിയ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇൻഫോസൂറിയ ആയതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഇൻഫോസൂറിയ മാത്രം കൊടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആർട്ടീമിയയും ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ കാണുന്നതാണ് നമ്മൾ ഇൻഫോസൂറിയ കൾച്ചർ ചെയ്യാൻ വെച്ചത്. ഇത് നമുക്ക് അങ്ങനെ അത്ര വിസിബിളായിട്ട് കാണാൻ പറ്റില്ല, ചെറിയൊരു തരി പോലെ കിടക്കുന്ന അത്ര ചെറുതാണ് ഈ ഇൻഫോസൂറിയ എന്നുള്ളത്. നമുക്ക് ഈ ഫോണിൽ ഇത് പിടിക്കുന്നതിനോട് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ ഇൻഫോസൂറിയ നമ്മൾ പ്രസവിച്ച് ഗപ്പി വിരിഞ്ഞിറങ്ങി ഏകദേശം ഫ്രീ സ്വിം ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഫോസൂറിയ കൊടുത്തു തുടങ്ങും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആർട്ടീമിയം ഫസ്റ്റ് ഫീഡായിട്ട് തന്നെ ആർട്ടീമിയം നമ്മൾ ഹാച്ച് ചെയ്ത് കൊടുത്ത് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മീനുകൾ ആർട്ടീമിയം എടുക്കാൻ പറ്റാവുന്ന അത്രയും സൈസ് ഉണ്ടാവില്ല. അവർക്ക് ഇൻഫോസൂറിയും ചിലത് ആർട്ടീമിയം എടുക്കുന്ന പരുവത്തിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന മെയിൽ പാരൻറ്റിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ സൈസും. നല്ല ക്വാളിറ്റിയുള്ള പാരൻസിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ആർട്ടീമിയം എടുക്കാവുന്ന അത്ര സൈസുള്ള കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് ആദ്യം തന്നെ ഇറങ്ങുന്നത്. ഇനി ഞാൻ ആർട്ടീമിയ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. നമ്മുടെ ഫസ്റ്റ് ഫീഡാണ്. ഞാൻ ഓൾറെഡി മീനുകളെ ഫ്രീ സ്വിം ആയപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത്, ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻഫോസൂറിയ ഉണ്ട്. ആർട്ടീമിയ എടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫോസൂറിയ കഴിച്ചോളും. അപ്പോൾ ബാക്കിയുള്ള ഇത്തിരി സൈസുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ആർട്ടീമിയ ഹാച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് എൻലാർജ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഫോണിൽ എൻലാർജ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ആർട്ടീമിയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഇൻഫോസൂറിയ പോലെയല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കുത്തു പോലെ കിടക്കുന്നതാണ് വിരിഞ്ഞിറങ്ങിയ ഷെല്ലുകൾ, മുട്ടയുടെ ഷെല്ലുകൾ. അപ്പോൾ അത് ഇന്ന് മാർക്കറ്റിൽ ഷെല്ല് അരിച്ചെടുക്കാനുള്ള നെറ്റുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം പരമാവധി ഒഴിവാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് മീനുകൾ കഴിക്കുകയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് ആർട്ടീമിയ ഇട്ട് കൊടുത്തിട്ടാണ്. ഒരു മീനെ നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ആർട്ടീമിയ എടുത്ത് വെച്ചിരിക്കുന്ന ആർട്ടീമിയ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും മീനുകൾ വന്ന് ഒരു ആർട്ടീമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈസ് നിങ്ങൾക്ക് ഏകദേശം കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മീൻ കുഞ്ഞുങ്ങളാണ് കിട്ടിയതെങ്കിൽ 2, 3, ഇപ്പോൾ 3, 4, 5 ഒറ്റയടിക്ക് തന്നെ 5 ആർട്ടീമിയ ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർക്കുള്ള സംശയമാണ്, ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഫീഡ് എന്നോണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർട്ടീമിയ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഫ്രീ സ്വിം ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആർട്ടീമിയ ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇൻഫോസൂറിയുടെ ഒപ്പം തന്നെ ആർട്ടീമിയ ഫീഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് മീനുകൾ ഗ്രോ ചെയ്ത് വരുള്ളൂ. ഇനി ആർട്ടീമിയ കൊടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചേസ് ചെയ്ത് പിടിച്ച് തിന്നാൻ പറ്റിയ ഒരു പാകത്തിന് മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ ആർട്ടീമിയ. അതായത് മീനിൻ്റെ ചുറ്റുപാടും കിടന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കളിക്കുകയുള്ളൂ. അല്ല മീനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെട്ടിത്തിരിയും, മീനുകൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. മോസ്കിറ്റോ ലാർവയാണെങ്കിൽ അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താന്നു പോകുന്നതുകൊണ്ട് തന്നെ മീനുകൾക്ക് ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർട്ടീമിയാണ് ഏറ്റവും ഉത്തമം കൊടുക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ മറ്റു പലർക്കുള്ള സംശയമാണ്, നമ്മൾ ആർട്ടീമിയ ഫീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം എഗ്ഗ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വിരിഞ്ഞ മുട്ടയുടെ ഷെല്ല് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ ചത്തുപോകും എന്നുള്ളത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുപ്പിക്കളയുന്നതാണ്, വേറെ മീന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എഗ്ഗ് ഒഴിവാക്കി എടുക്കാൻ ശ്രമിക്കുക. കാരണം എഗ്ഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടി വീണ് അത് ചിലപ്പോൾ വിരിയാതെ കിടക്കുന്ന എഗ്ഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചീത്തായി അമോണിയ കെട്ടി മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടോ, മീനുകൾ തിന്നിട്ട് എഗ്ഗ് മാത്രം തുപ്പിക്കളഞ്ഞിട്ട് ആർട്ടീമിയ പോയി കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൊയിനെ വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് മൊയിന. ഏകദേശം ആർട്ടീമിയ മൊയിനയും കളറും ഒക്കെ വെച്ച് ഏകദേശം സെയിം ആയിട്ടിരിക്കുമെങ്കിലും സൈസിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ അത് എൻലാർജ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 കണ്ണ് ഒക്കെ വിസിബിളായിട്ട്, മൊയിനയുടെ കണ്ണുകൾ വരെ നമുക്ക് വിസിബിളായിട്ട് ബ്ലാക്ക് ഡോട്ടായിട്ടുള്ളതാണ് കണ്ണുകൾ, അതുവരെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സൈസിൽ കുറച്ച് കൂടുതലാണ്. ഏകദേശം ഒരു 5 ആർട്ടീമിയ കൂടുമ്പോഴാണ് ഒരു മൊയിനയുടെ സൈസ് ആവുന്നത്. അപ്പോൾ നമുക്ക് മൊയിനകളെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ മൊയിനുകളെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മീനുകൾക്കൊന്നും മൊയിനുകളെ ക്യാച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം ഒന്നാമത് അതിൻ്റെ സൈസ് കൂടുതലാണ്, രണ്ടാമത് അത് ഭയങ്കര ഫാസ്റ്റാണ്. പ്രധാനമായിട്ടും നമ്മൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ പോലെയല്ല ബെറ്റ ഫ്രൈസ് അധികം മൂവ് ചെയ്യാറില്ല.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മൊയിനകൾ നല്ല രീതിയിൽ ഓടിക്കളയുന്നുണ്ട്. അതിന് കടിച്ചെടുക്കാൻ പറ്റുന്ന അത്ര രീതിയിലുള്ളതല്ല. ഓൾറെഡി 2 ദിവസം ആർട്ടീമിയ ഫീഡ് ചെയ്ത മീനാണിത്. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ്. എന്നിട്ട് പോലും അതിന് ഇപ്പോൾ കണ്ടോ വായിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ചെടുത്തിട്ട് അതിന് ഇറക്കാൻ പറ്റാണ്ട് മൊയിനകളെ എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മൊയിനെ കൊടുക്കാൻ ശ്രമിക്കരുത്. ഇനി അത്യാവശ്യ ഘട്ടത്തിൽ ആർട്ടീമിയ തീർന്ന് പോയി ഹാച്ച് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസരത്തിൽ മാത്രം നമുക്ക് അരിച്ച്, അതായത് നെറ്റിൽ അരിച്ചിട്ട് കുഞ്ഞുങ്ങളെ വേർതിരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊയിനെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് മൊയിനെ പ്രസവിച്ചിട്ട് അത് ചിലപ്പോൾ കുഞ്ഞിതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തിന്നാൻ ചിലപ്പോൾ ഇതിന് പറ്റുമായിരിക്കും. എങ്കിലും നമ്മൾ മാക്സിമം മൊയിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കഴിക്കാൻ പറ്റാത്ത മൊയിനകൾ ഇതിൻ്റെ അടിയിൽ പോയി ചിലപ്പോൾ ചത്തുപോയി, നമ്മൾ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചത്തുപോയിട്ട് അതും കൂടുതൽ മൊയിനകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയ കെട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ മൊയിനകൾ ഇട്ട് കൊടുത്തിട്ട് പോലും മീനുകൾക്ക് ചേസ് ചെയ്ത് പിടിക്കാനോ പിടിച്ച മൊയിനകളെ ഇറക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം മൊയിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി കൊടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മൊയിനകളെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൂത്താടികളുടെ 1 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ മൊയിനയുടെ ടാങ്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു കൂത്താടികളുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഈ എഗ്ഗ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 ദിവസം വെക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കൂത്താടികളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതാണ്. അങ്ങനെ വെറും 1 ദിവസം കൊണ്ട് തന്നെ കൊതുകിൻ്റെ കൂത്താടികൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ കൂത്താടികളാണ്. 1 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇനി ഇത് വെക്കുന്തോറും ഇതിൻ്റെ സൈസ് കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യം 1 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ തന്നെ എടുത്തത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് മനസ്സിലാകാനായിട്ട് ഞാനൊന്ന് എൻലാർജ് ചെയ്ത് തരാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള കൂത്താടികളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 ദിവസം മാത്രം പ്രായമുള്ള കൂത്താടികളാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ഇതിൻ്റെ കമ്പയർ ചെയ്യാനായിട്ട് ഇതേ ഒരു വലിയ കൂത്താടി ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസും കൂടി വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 10 ചെറിയ കൂത്താടികളുടെ സൈസാണ് നമ്മുടെ നോർമൽ ഒരു കൂത്താടിക്ക് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു മൊയിനയും പെട്ടിട്ടുണ്ട്. ആ മഞ്ഞ സർക്കിളിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് മൊയിന. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മൊയിന ഇത്തിരി പരന്നതാണ്. മീനുകൾക്ക് കഴിക്കാൻ പറ്റാത്ത അത്രയും ഉള്ള വട്ടത്തിലുള്ളതാണ്. പക്ഷേ കൂത്താടികൾ അങ്ങനെയല്ല, ഇത്തിരി നാരോ ആയിട്ടിരിക്കുന്നതുകൊണ്ട് മീനുകൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മീനുകൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മീനുകൾക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസമായ ബെറ്റാസാണ് ആർട്ടീമിയ കൊടുത്ത്, അത്യാവശ്യം വലുതായ ബെറ്റാസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഒരു 3-4 എണ്ണത്തിന് ഒറ്റയടിക്ക് കത്താക്കി. അപ്പോൾ നമുക്ക് കൂത്താടികളുടെ 1 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ബെറ്റാസിന് സുഖമായിട്ട് കഴിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ കൂത്താടികളെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, അത്ര അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം കൂത്താടികളെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല 1 ദിവസം പ്രായമായ കൂത്താടികളെ മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് കൂടുകയും അതുപോലെ തന്നെ മീനുകൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആർട്ടീമിയ കൊടുത്ത് കഴിഞ്ഞ ബെറ്റാസിൻ്റെ പ്രൈസിന് മാത്രം കൂത്താടികളെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇട്ട കൂത്താടികൾ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ കഴിക്കാത്ത കൂത്താടികൾ കിടന്ന് പെട്ടെന്ന് വലുതായി, നമുക്കറിയാമല്ലോ കൂത്താടികൾ വലുതാകുന്ന ഒരു പെട്ടെന്ന് വലുതായി കഴിഞ്ഞ കൂത്താടികൾ നമ്മുടെ മീനുകളെ പിടിച്ച് ഭക്ഷണമാക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് ഇട്ട് കൊടുത്ത മൊയിനകൾ ഇപ്പോഴും അതിൻ്റെ അകത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മീനുകൾക്ക് മൊയിനകളെ കംപ്ലീറ്റ് ആയിട്ട് തിന്നാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് നമ്മൾ പുതുതായി മുട്ട വിരിഞ്ഞിറങ്ങിയ ബെറ്റാസിന് മൊയിനെ കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേഷനും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചാനൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.